ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എനിക്കും സുഖമാണ്. നമ്മളിവിടെ നേരം മീൻതല മുളകിടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്ക് കാട്ടിത്തരും ചെയ്യാം. അപ്പോൾ രണ്ടെണ്ണി ഉലുവ ഇട്ട് ആദ്യം ഇട്ടീന്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുമാണ്. ഇത് നല്ലോണം വാടി വന്നിട്ടേ നമുക്ക് കഴിക്കതാ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഒന്നും വാടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ചിക്കാണ് കേട്ടോ, ചാച്ചക്കല്ല, അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അതും ഒന്നും വാടിയിട്ട് ഒരു വല്യുള്ളി വെട്ടി വെച്ചിരിക്കണ്, അതും ഇട്ട് കൊടുക്കാം. എന്താ അതും ഇട്ടു. ഞാൻ നല്ലോണം കടന്നൊന്നും വാടട്ടെ. കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്താലേ വേണം വാടി കിട്ടും. ഇതിൻ്റെ ഒപ്പം ഉള്ളി വാട്ടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്താൽ വേണം വാടും. ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിക്കണം. ഞാൻ നല്ലോണം വാടട്ടെ. എന്താ ഇപ്പം നല്ലോണം ഒരു വിധം വാടിയിരിക്കണ്. അപ്പോൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിക്കണം. ഈ ഒരു സ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കട്ടെ. ഒരു സ്പൂൺ മുളകും പൊടിയാണ് ഇട്ടിക്കണം. ഇത് നല്ലോണം ഇളക്കിയിട്ടേ തക്കാളിയാണ് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി ഇതൊന്ന് നല്ലോണം ഇളക്കിങ്ങാണ്ട് ഒന്നാണ് മൂടി വെച്ചിങ്ങാണ്ടേ നല്ലോണം വാടട്ടെ തക്കാളി. ഉള്ളിയും തക്കാളി എത്രയും വാടണം അത്രയും ടേസ്റ്റാണ് ഈ കറി. മീൻ വറ്റിച്ച് മീൻ കേട്ടോ, മീൻ മുളക് മീനാണെങ്കിലും വറ്റിച്ച് മീനാണെങ്കിലും ഒക്കെ നല്ലോണം വാടണം. അപ്പോൾ അതാ നല്ലോണം വാടിയിരിക്കണം. അപ്പോൾ 2 സ്പൂൺ കുരുമുളകും പൊടി ഇട്ടിക്കണം കേട്ടോ. എരിവിന് കുറച്ചിട്ടിട്ടുള്ളൂ, മുളകും പൊടി 1 സ്പൂൺ മാത്രം. 2 സ്പൂണ് ഇതാ പുളി കണ്ട് ഒഴിച്ചു. പുളി അരിച്ചിങ്ങാണ്ട് വെച്ചതേനു. ഇഞ്ചി വെളുത്തുള്ളിയും ചാച്ച ജാറൊക്കെ കണ്ടു അരിച്ച് വെച്ചതേനു പുളി. അത് നല്ലോണം തിളച്ച് വാട്ടെ. അപ്പം അത് വെന്തിക്കണം. അപ്പം ഇനി മീൻതല കഴുകി വെച്ചത് അതും അയക്കണിട്ട് കൊടുത്താൽ അതും ഉണ്ടാകും. ഇത് നല്ലോണം ഒന്നും ഇളക്കിങ്ങാണ്ടേ ആണ് മൂടി വെക്കണം. ഇതിൽ വെള്ളം ഇതിലുണ്ടാവും. നല്ലോണം തിളച്ചിട്ടേ നല്ലോണം ഇളക്കണം. ഇളക്കിങ്ങാണ്ട് നല്ലോണം മെല്ലെ മെല്ലെ അമർത്തി കൊടുത്താലേ അവിടെ കടന്ന് വെന്തോളും. ഇന്നോട് വേട്ടെ നല്ലോണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തോ ടേസ്റ്റാണ് അറിയോ. ഇളക്കിങ്ങാണ്ടേ ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചണം. അതാ ഒന്നും കൂടി ഇളക്കുക. അതാ വെള്ളം പാകത്തിന് അയക്കണ്, വെന്തും ചെയ്തിക്കണ്. ഇനി അടുപ്പത്തൊന്ന് കത്തിച്ചാതെ ആ കണൽമ കുറച്ച് നേരം ഇടണം. ആ വെള്ളം പറ്റും, നല്ലോണം വെന്ത് ശരിയാവും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മത്തൻ്റെ ഇല താളിച്ചട്ടെ. ഉമ്മാക്ക് മത്തൻ്റെ ഇല താളിച്ചത് എന്തായാലും വേണം. അപ്പോൾ ഈ മത്തൻ്റെ ഇലയാണ് പിച്ചിങ്ങാണ്ടേ അതുകൊണ്ട് താളിച്ചട്ടെ. ഉമ്മാക്ക് ഇനി എന്തൊരു ബിരിയാണി ആണെങ്കിലും ഉമ്മാക്കൊരു ഇല വേണം. മുരിങ്ങ മത്തൻ്റെ ഇല എന്തേലും ഒരു ഇല. അപ്പോൾ ഇതുമാണ് താളിച്ചിങ്ങാണ്ടേ മീൻ പൊരിച്ചതും ഇതൊക്കെ മസാല അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിച്ചുള്ളത് മീൻ തല ഉണ്ടാകുമ്പോൾ ഇപ്പം ഇനി ആർക്കൊന്നും മീൻ പൊരിച്ചതൊന്നും വേണ്ടി വരില്ല. ഒക്കെ മീൻ തലയാണ് കൂട്ട്. അതും അവിടെ പിച്ച് ഞാനതൊന്നും കഴുകി എടുത്തുങ്ങാണ്ടേ നല്ലോണം നിനക്ക് കഴുകട്ടെ. മണ്ണുണ്ടാവുകയെ മണ്ണൊന്നും ഉണ്ടാവില്ല, വലിയ പൊന്തം മണ്ണതിനാണ്. എന്നാലും പൊടി ഉണ്ടാവും. എത്ര ആണെങ്കിലും കുറച്ച് നേരം വെള്ളത്തിലിട്ടിച്ചാണ്ട് കഴുകണം. ഇനിതാ ഒരു ഉള്ളി അരിഞ്ഞാണ്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് 2 പച്ചമുളകും ചീനാപ്പറങ്കിളകാണ് കേട്ടോ, വെളുത്ത ചീനാപ്പറങ്കിളകാണ്. അതും ചീരുള്ളിയും വെച്ചിങ്ങാണ്ട് അതുകൊണ്ട് താളിച്ചെടുക്കട്ടെ.
അത് പിന്നെ എളുപ്പമുണ്ട്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാരം, അറിയാത്തോലും ഉണ്ടാവും മത്തൻ്റെ ഇല താളിച്ചാനും ഇതിനൊന്നും. നമുക്ക് പിന്നെ മീൻ പൊരിച്ചതോ ഇറച്ചി വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ കായായിട്ട് താളിച്ച് തന്നെയാണ് ഇഷ്ടം കേട്ടോ. ഇറച്ച കറിയിലേറെ താളിച്ച കറിയാണ് ഇഷ്ടം. ഏതായാലും ആ മീൻ തല അവിടെ കടന്ന് പോകുമ്പോക്കിന് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ഇലയാണ് കഴിച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയാണ് മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ലൈക്കാണ് ചെയ്തെങ്ങാണ്ട് കണ്ടുപോയിക്കൊണ്ടിട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം, എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും, ആ അഭിപ്രായം അവിടെ എഴുതിക്കൊണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.